ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ റായ്. നിങ്ങളിപ്പോൾ ആലോചിക്കായിരിക്കും ഇവളെന്താ ഈ വീഡിയോ ആയിട്ട് പൊക്കിക്കൊണ്ട് വന്നതെന്ന്. എന്നാൽ ഈ വ്ലോഗ് ഇപ്പോഴാണ് ഇടാൻ പറ്റിയ ടൈം. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കോളേജ് ടൈമിൽ ഞാൻ കുറച്ചൊക്കെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് മെമ്മറി ആക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈമാണ് ഇത്. സോ വെൽക്കം ടു യനപ്പോയ ആൻഡ് ദിസ് ഇസ് മൈ ക്ലാസ്. ഇതാണ് എൻ്റെ ക്ലാസ്. ഇവിടെ ആദ്യം എത്തിയതും ഞാനാണ്. ഷാർപ്പ് 9 മണി എന്ന് പറഞ്ഞ ടൈം ഉണ്ടല്ലേ, ഞാനിവിടെ എത്തിയേക്കും. ഡെയിലി സെയിം ടൈം ഒന്നല്ല കേട്ടോ. ബസ് നേരത്തെ വന്നു, ഞാൻ നേരത്തെ എത്തിയ, റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് ഇസ് മീ യുവർ റായ്. ഇത് ഫസ്റ്റ് ഇയറിൽ ഞാൻ പഠിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ക്ലാസ്സിൽ ആരും തന്നെ വന്നിട്ടില്ല. ക്ലാസ് 9:30 സ്റ്റാർട്ട് ആവാന്നതിൽ എല്ലാവരും വന്നെത്തുന്ന 10:30 എന്ന് പറഞ്ഞ കറക്റ്റ് ടൈം ആയിരിക്കും. നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അല്ല സോറി, വി ആർ പോയിന്റ്സ്. ഞാൻ പഠിച്ചത് ഏത് കോഴ്സാണ്, ഏത് ഡിഗ്രിയാണ് എന്ന് ഒരുപാട് പേരല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പഠിച്ചത് BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഡിഗ്രിയാണ് ഇൻ ഏവിയേഷൻ. എന്തുകൊണ്ടാ ഏവിയേഷൻ എടുത്ത് വേറെ കോഴ്സൊന്നും കിട്ടിയില്ലേ, വേറെ കോഴ്സ് നോക്കാത്തന്തേ എന്ന് ചോദിച്ചവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്ക് ആകെ പഠിച്ച തല കയറുന്ന ഒരു സബ്ജക്റ്റേ ഉള്ളൂ, അതാണ് ഏവിയേഷൻ. എനിക്ക് ഓർമ്മിച്ച കാലം മുതലേ ഇൻട്രസ്റ്റ് ഉള്ളതും കുറച്ച് പാഷനായിട്ടുള്ള ഒരു ഫീൽഡാണിത്. സോ അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കുന്നതല്ലേ അതിന്റെ ഒരു ഇത്. എന്നാലും എന്തെങ്കിലുമൊക്കെ തലേ കയറുള്ളൂ. അതുകൊണ്ട് അങ്ങെടുത്ത് പഠിച്ചു ഒറ്റ മൈൻഡിൽ, അത്ര തന്നെ. ബാക്കിയൊക്കെ വരും വഴി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞാലും ആകെ കുറച്ച് ചടപ്പായിട്ട് തോന്നുന്ന ഈ കുറേ അസൈൻമെന്റ്സും സെമിനാറും എക്സാംസും റെക്കോർഡും ഉള്ള അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് വേണ്ടല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷേ അതൊക്കെ ആ ടൈമിൽ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും പിന്നീട് അതൊക്കെ ആലോചിച്ച് ഭയങ്കര രസമായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാല് ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ സെമിനാറൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റിൽ ചെയ്യാണ്ട് ലാസ്റ്റ് മിനിറ്റ് ഇരുന്ന് ചെയ്യണ ഒരു ഫീൽ ഉണ്ടല്ലോ. പേപ്പറും കയ്യിലില്ല, പെന്നും കയ്യിലില്ല, ആരുടെയിലൊക്കെ ചോദിച്ചിട്ട് എഴുതുന്ന, അത് അടിപൊളിയാ. ആൻഡ് ഇതാണ് എന്റെ ബെസ്റ്റ് ബഡീസ്. ഇവരില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ ഇവരില്ല. നാളെ കോളേജിൽ പോണം എന്ന് തീരുമാനിക്കുക പോലും ഇവരായിരിക്കും. ചില ദിവസം മെസ്സേജ് അയച്ചിട്ട് നാളെ പോകുന്നുണ്ടോ, എടി ഞാനില്ല. ഓക്കെ നീ ഇല്ല എന്നാ ഞാനും ഇല്ല, ശോകമായിരിക്കും. അതാണ് നമ്മുടെ ഒരു വൈബ്. ഏതാ എല്ലാരും പോലെ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ബ്രേക്ക് ടൈം ആണ്. ബ്രേക്ക് ടൈമിലാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതും ഓരോ കാര്യം ഷെയർ ചെയ്യുന്നതും നടന്ന കാര്യങ്ങൾ പറയുന്നതും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ആക്കുന്നതും അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും സംഭവിക്കുന്നതും ആ ഒരു ടൈമിലാണ്. പിന്നെ കോളേജിന്റെ വരാന്തയിലൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ക്യാൻറ്റീനിലും കഫറ്റേരിയയിലും പോയിട്ട് ഓരോ ഫുഡുകളും ട്രൈ ചെയ്യുക, കഴിക്കുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി, ഒരു ബ്രേക്ക് ടൈം എന്ന് പറയുമ്പോൾ. അപ്പൊ അതൊക്കെ ശരിക്കും ആലോചിക്കുമ്പോൾ മിസ്സാവും. ആൻഡ് ഇത് കുറച്ച് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ആണ്. ഭയങ്കര യുനോ അതന്നെ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ. ഭയങ്കര റോ ആയിട്ടുള്ള കാഴ്ചകളാണ്. അൺഫിൽറ്റേർഡ്, ഒരുതരം കോമാളിത്തരം ഒന്നും പറയാം. ഓക്കെ ബൈ. Guys, this is my two friends. Guys, go. Jadi mana mah tuan kulit. Mau ada മുന്നോട്ട് കത്തുവല്ലോ. ആദ്യത്തെ കൈ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ശരി. ഹലോ ഗായ്സ്, ഇവരൊന്നിലിടില്ലാതെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലപ്പെട്ട എല്ലാവർക്കും എല്ലാ അബദ്ധവും പറ്റും. ഞാൻ മനഃപൂർവ്വം വീണതാണ്, ആരും എന്നെ തള്ളിയിട്ടതല്ല, ഞാൻ വീണ് പോയതുമല്ല. അപ്പൊ ശരി, ബൈ ബൈ.
ഇങ്ങനെ 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 എവിടെ ഹലോ നമ്മൾ പോവുകയാണ്. കുറച്ച് ദിവസം കൂടെ ഉള്ളു ക്ലാസ്. അത് കഴിഞ്ഞാൽ ഇവിടെ മഴ ഇഷ്ടം രണ്ടുപേരും ദിസ് ഈസ് അവർ മയോണൈസ് ആരോ ഇങ്ങനെ ചെറുപ്പം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പിന്നെ അല്ലാണ് കിൻഡർ ജോയ്. എനിക്ക് ഇഷ്ടമാണ് കിൻഡർ ജോയ്. ഗൈസ്, നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണ് പറയൂ? ഇങ്ങനെ എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണ് പറയൂ താങ്കൾ? ടോബ്ലറോൺ. കിൻഡർ ജോയ്. ഹാരി പോട്ടറിന്റെ അല്ലേ ഇപ്പൊ? വ്ലോഗാണ് ഗൈസ്, വ്ലോഗ്. അതിങ്ങോട്ടൊക്കെ വെറുതെ നോക്ക്. ഫ്ലാഷ് പോണേ ആള് തിരിയില്ല. മാണ്ട, ഓള് തിരിഞ്ഞിച്ചില്ല നമ്മക്ക്. ഇത് ഫോക്കസ് ആകാത്ത ലിപ്സ്റ്റിക് ഇട്ടിട്ട് നോക്ക് ഗൈസ്. ഇപ്പൊ ഇതിന് പോയിട്ട് എന്ത് നിസ്കരിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നിട്ട് ഏതാന്ന് പറയൂ താങ്കൾ? ഇല്ലടി, ലിങ്ക് ഇല്ല 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 ഇല്ല. Now we are moving into the second round, which is group discussion. So, കപ്പറ്റേരിന്ന് എല്ലാരും ശ്രദ്ധിക്കും. സ്വന്തം ക്ലാസ്സിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു ചെക്കൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗ്രൂപ്പിന്റെ ഒരു മാർക്ക് പോയി കിട്ടി. അടുത്ത് ഞാൻ കയറുമ്പോഴായിരിക്കും ചിരിക്കുന്ന നാളെ അമ്മ ചെയ്യാനില്ല. ഈ കൊപ്രായങ്ങൾ നിങ്ങൾ കാണണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. ബട്ട് സ്റ്റിൽ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് കൊപ്രായം കാണിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. സോറി ഫോർ ദാറ്റ്. ഓക്കെ, അവിടെ നിന്ന് വെട്ടം വരുന്നുണ്ട്. ശക്തമായ പോരാട്ടത്തിൽ മർജാനെ ഹാജരെ. ഇതിൽ ആര് ജയിക്കും? മറക്കാതെ കാണുക ഇന്ന് രാത്രി 7:30 നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ. യല്ലാ ഹബീബി, അസ്സലാമു അലൈക്കും. ഇന്ന് എന്റെ ഫിറ്റ് കാണിച്ചു. Sugar coming home with me tonight. You just want attention. You don't want my heart. Just sit there for
ആരുമില്ല ക്ലാസ്സിൽ. ഞങ്ങ ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നൈസ് ടു മീറ്റ് യു മിഥിലാജ്. അവനെ പൊട്ട ലുക്കായിട്ട് എടുക്കരുതെന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? റേറ്റ് 10 ഔട്ട് ഓഫ് 10. ഈ ചങ്ങായിക്ക് ഒരു പൂവിന്റെ ബാഗ് കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു കൗതുകം. ആ കൗതുകത്തോടെ പിന്നെ ഒരു സ്നാപ്പായി, സെൽഫിയായി, വ്ലോഗായി. ഇന്ന് ആക്ച്വലി കോളേജിലെ ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് എക്സാം, ലാസ്റ്റ് ഡേ, ദ എൻഡ് ഓഫ് കോളേജ് ലൈഫ്. അപ്പോൾ അത് ഒരു മെമ്മറി ആക്കി വെക്കാനായിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ടു എന്നെ പോയാ. ഓക്കെ ഗൈസ്, ബൈ ബൈ ടു അവർ കോളേജ് ലൈഫ്. ഇതാണ് വരാന്ത. നമ്മൾ വായി നോക്കിയും നടന്നും കളിച്ചും ചിരിച്ചും എന്നെ വൈറലാക്കിയ വരാന്ത എന്ന് പറയാം. ഇവിടെ വെച്ചായിരുന്നു ഗൈസ് ആ ചമച്ചല്ലോ ഡാൻസ് ഞാൻ കളിച്ചത്. അവിടെ നിന്ന് മില്യൺ വ്യൂസ് കിട്ടിയത്. ഇവിടെ വെച്ചാണ് ഞാൻ വായി നോക്കുന്ന വീഡിയോ, അത് 43 മില്യൺ അടിച്ചത്. ഓൾ മെമ്മറബിൾ മൊമെന്റ്സ് അറ്റ് ദ എന്നെ പോയ കോളേജ് എല്ലാം മിസ്സാവാൻ പോകുന്നു ഗൈസ്. നമ്മുടെ ക്ലാസ്സിൽ മാം ഉണ്ട്, ആദ്യം ഉണ്ട്, മാം ഉണ്ടാവും. ഓർമ്മയുണ്ടായി വരാന്ത നിന്റെ ആളുടെ നടക്കുന്നത്. എന്നെപ്പോയി വരാന്തയിലൂടെ ഞാൻ ഫസിക്കൊപ്പം നടന്നു. എവിടെയും കാണാത്ത ഒരു തരം കാറ്റും സൗണ്ടായിരുന്നു. ഒരു ഡയലോഗ് പറയുന്ന സമയം വ്യക്തമില്ല. ഇവിടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് LH11 ആയി അടിപൊളി. നല്ല those who studied in LH11 നിങ്ങളുടെ ക്ലാസ് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. കോളേജ് ലൈഫ് കോളേജ് ലൈഫ് എന്തായി? ഇനി എന്താണ്, എന്ത് തോന്നുന്നു പറയൂ. എന്താണ് ചോദിക്കുമ്പോ ഒന്നും പറയും. വർഷം എത്ര പെട്ടെന്ന് പോയത്. നമ്മളൊരു ക്ലാസ്സിലായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ നീ ആക്കി പിന്നെ വേറെ ആരൊക്കെ എനിക്കൊക്കെ ഞാനല്ല മോളിച്ചോ എനിക്കും അറിയാം. എന്തിനാ കൊറിയാക്കുന്ന
ഇത് റൈറ്റിംഗ് സംതിങ്. Miss you too.